നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ഉള്ളത് കൊച്ചിയുടെ പ്രിയപ്പെട്ട സാരഥി UDF-ന്റെ മുഹമ്മദ് ഷിയാസ് ആണ്. നമുക്ക് അദ്ദേഹത്തിനോട് ഇവിടുത്തെ അവസ്ഥയും ഇവിടുത്തെ ട്രെൻഡും ഒക്കെ ചോദിക്കാം. എങ്ങനെ ഷിയാസ് സാഹിബേ, നമ്മുടെ കൊച്ചിയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് താങ്കൾക്ക് അനുകൂലമാണോ? കൊച്ചിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ഞങ്ങൾ കുറേ നാളുകളായി നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഉണ്ടാക്കുക. 10 വർഷക്കാലത്തെ ഭരണവിരുദ്ധ വികാരവും ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വരെ ഈ സർക്കാരിനെതിരായി ഇന്ന് തിരിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. ഭരണമില്ലായ്മയായിരുന്നു ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് നടത്തിയതുകൊണ്ടോ അത്തരത്തിലുള്ള വലിയ പ്രചരണം നടത്തിയതുകൊണ്ടോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ അവരുടെ ജനകീയമായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് സത്യത്തിൽ ഈ സർക്കാരിനെ അടിച്ചു താഴെയിടാനുള്ള ജനങ്ങളുടെ അവസരമാണ് എന്ന് കരുതി ജനങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യും. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. അത് തീർച്ചയായും ജനങ്ങളോട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൊച്ചിയിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുകയാണെന്നാണ് പല സ്ത്രീകളോടും പലരും ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത്രയും വർഷമായിട്ടും ഇവർക്ക് ഭരണം 10 വർഷം തുടർച്ചയായിട്ട് കിട്ടിയിട്ടില്ല, ഒരു പരിഹാരം കാണാൻ കൊച്ചിയിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ചും കൂടെ കുടിവെള്ള പ്രശ്നമാണല്ലോ. 10 വർഷക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വാഗ്ദാനം കൊടുത്തു. പക്ഷേ 1 ലിറ്റർ വെള്ളം പോലും ഈ 10 വർഷക്കാലത്തിടയ്ക്ക് കൂടുതലായി കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞു. ഒന്ന് കടലും കായലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് പശ്ചിമകൊച്ചി. സ്വാഭാവികമായും അവിടെ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം പൈപ്പ് വഴി എത്തിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ രാവിലെ പ്രഭാതകൃത്യം നിർവഹിക്കാൻ എന്ത് ചെയ്യണം? അവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെ നിന്നാണ്? അവരൊക്കെ പണം കൊടുത്ത് വെള്ളം വാങ്ങുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റുകയാണ്. 3000-വും 4000-വും ഒക്കെ ഒരു മാസം ഈ ദിവസവേതനക്കാരായിട്ടുള്ള ആളുകൾ വെള്ളത്തിന് വേണ്ടി മാത്രം, കുടിക്കാൻ വേണ്ടി മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ആ ഭരണവിരുദ്ധത, ഈ കുടിവെള്ളം പോലും കൊടുക്കാത്ത ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നൊരു MLA എന്നുള്ള രീതിയിൽ കൊച്ചിയിൽ MLA-ക്കെതിരായി ഉണ്ടാകും. അതെല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെതായ ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ഒന്ന് കുടിവെള്ളം, 2 ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സഹായങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കരിവേലിപ്പടി 3 പ്രധാനപ്പെട്ട ആശുപത്രികളാണ്, സർക്കാർ ആശുപത്രികളാണ് ഇവിടെ ഉള്ളത്. ആ സർക്കാർ ആശുപത്രികളിൽ ഒരു സ്ഥലത്ത് പോലും ആളുകൾക്ക് മതിയായ ചികിത്സ ലഭിക്കില്ല. അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. അവിടെ സ്ത്രീകൾക്ക് ലേബർ റൂമുകളില്ല. ഏതെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവിടെ കൊണ്ടുവന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർക്കില്ല. പിന്നെ ഉള്ളത് ഈ പറയുന്നത് പോലെ മരുന്നില്ല, ഡോക്ടറില്ല, നഴ്സുമാരില്ല, ആരുമില്ല. അങ്ങനെയുള്ള ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ ചിന്തിക്കില്ലേ? അത് ഏത് സർക്കാരിനെതിരായും ഉണ്ടാകും. അത് എത്ര PR വർക്കുകൾ നടത്തിയത് കൊണ്ടോ എത്ര അധികം പ്രചരണം നടത്തിയത് കൊണ്ടോ ഇനി അതൊന്നും ഏശാൻ പോകുന്നില്ല. ആരോഗ്യ മേഖലയും കൊച്ചിയിൽ പരാജയമായിരുന്നു എന്നുള്ളതാണ്. കുമ്പളങ്ങി PHSC, ചെല്ലാനത്തെ ഒരു PHSC ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. ചെല്ലാനത്തെ PHSC നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. കുമ്പളങ്ങിയിലെ PHSC-യിൽ ഡോക്ടർമാരില്ല, ആകെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ 100 രോഗികളുണ്ട്. അവർ രാവിലെ വന്നതാണ്, അവർക്ക് ഡോക്ടറെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അസുഖബാധിതരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൂടി, അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് കൂടി അസുഖം പകരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ എത്രയും പെട്ടെന്ന് കണ്ട് അവരെ പറഞ്ഞു വിടുക എന്നുള്ളതിന് ഡോക്ടർ വേണ്ടേ? അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ കായലിലെ എക്കലുകൾ നീക്കം ചെയ്യാത്തത് കൊണ്ട് വലിയ തോതിലുള്ള ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നുണ്ട്. ഞാനിപ്പോൾ ആ കുമ്പളങ്ങി പ്രദേശത്തെല്ലാം പോയിട്ട് വരികയാണ്. അതിരൂക്ഷമായിട്ടാണ് നിഷേധിക്കുന്നത്. ജീവിതകാലം മുഴുവൻ 10, 30, 40 വർഷക്കാലം കഠിനാധ്വാനം നടത്തി അവർ സ്വപ്നം കണ്ട ഒരു ഭവനം നിർമ്മിച്ചിട്ട് ആ ഭവനത്തിനകത്ത് ഈ ഉപ്പുവെള്ളം, മോരുവെള്ളം കയറി ആ ഭവനത്തിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോകുന്നത് സങ്കടത്തോടും കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ലല്ലോ.
സർക്കാർ തന്നെയാണ് ഈ കായലിലെ എക്കല് നീക്കം ചെയ്യേണ്ടത്. അതൊന്നും സ്വീകരിക്കാത്ത ഈ സർക്കാരിന്റെ പ്രവർത്തനം അത് ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ചേർന്ന ഒന്നല്ല. സ്വന്തം മണിയുടെ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പിണറായി സാറ് കഴിഞ്ഞ ഒരു സ്വർണ്ണം കെട്ട പോറ്റിയെ കുറിച്ച് പാട്ടിറക്കിയിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. ഇപ്പോൾ നന്ദകുമാർ സാറ് വയ്യായിരിക്കുന്നു പറഞ്ഞ് പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിണറായിക്കെതിരെ. ഒറ്റ ദിവസം 2 ലക്ഷത്തോളം പേരാണ് കണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യം ബാധിച്ചിരുന്ന CPM-ന്റെ പിണറായി സർക്കാർ അത് എടുത്ത് കളയിപ്പിക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇവരുടെ ഈ ഒരു ഹുങ്ക് അതിനെ കുറിച്ച് അല്ല, പ്രതിപക്ഷ നേതാവ് മനോരമയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. ഇവരെന്തിനാണ് ഭയക്കുന്നത്? ഇവര് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയെന്ന് രാജ്യം മുഴുവൻ ബോർഡ് വെച്ചിരിക്കല്ലേ, രാജ്യം മുഴുവൻ നോട്ടീസ് പ്രിന്റ് ചെയ്ത് കൊടുക്കല്ലേ. പിന്നെ ഇവരെന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത്? എന്തിനാണ്? അല്ലെങ്കിൽ ഒരു പാട്ടുപാടിയ ക്രൈം നന്ദകുമാറിനെ ഭയക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഒരു പാട്ടുപാടിയ ഖത്തറിലുള്ള അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് എന്താണ് ഇവർ കാണിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും പൗരാവകാശത്തെയും ഒക്കെ കുറിച്ച് സംസാരിക്കുന്ന CPM, പുരോഗമനപരമായി ചിന്തിക്കുന്ന CPM, അവര് ഈ പറയുന്ന ഒരു യാഥാസ്ഥിതിക സ്ഥിതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ ആശയങ്ങൾക്ക് സംഭവിച്ച അപജയമല്ല, ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട നേതാക്കന്മാർക്കുണ്ടായ അപജയമാണ് അവരുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണല്ലേ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വരെ ഇത് നോക്കി കാണുകയാണ്. അതുകൊണ്ടാണ് G. സുധാകരനും കണ്ണൂർ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറും ഏരിയ സെക്രട്ടറി കുഞ്ഞികൃഷ്ണനൊക്കെ റിവലായി മാറിയത്. എത്ര പേര് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി വിട്ടു പോകുമെന്ന് നിങ്ങൾ നോക്കിക്കോ. PK ശശിയെ പോലുള്ള ആളുകൾ പാലക്കാട് നിന്ന് പോകുന്നു, നിരവധി ആളുകൾ, കുറെ പേര് BJP-ലേക്ക് പോയി. രാജേന്ദ്രനെ പോലുള്ള ആളുകൾ BJP-ലേക്ക് പോയി, വൈക്കത്ത് MLA ആയിരുന്ന ആൾ BJP-ലേക്ക് പോയി, മൂന്തൻ BJP-ലേക്ക് പോയി, നാട്ടിക MLA. എത്ര പേരാണ് ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ BJP-ലേക്ക് പോകുന്നത്? അപ്പൊ അവർക്ക് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയാൽ അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള ബോധ്യം ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ജനാധിപത്യ കേരളത്തിന് അത് ഗുണപരമല്ല. മാറ്റം വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത്? അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതായിരിക്കും UDF-ന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി. ഇപ്പോൾ ഇവർ വന്നതിലൊരു യുവാവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൊച്ചിക്കാർ കിട്ടിയിരുന്നത്. യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിൽ കാണുന്നുണ്ടോ? പുതിയ കാലഘട്ടമല്ലേ, എൻസിയുടെ കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടം പോലെ ആയിരുന്നില്ല പുതിയ തലമുറയിലെ കുട്ടികൾ ചിന്തിക്കേണ്ടത്. അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ ഭാവത്തിലുമൊക്കെ അത് പുതിയൊരു തലമുറയാണ്, ഒരു ജെൻസി കാലഘട്ടമാണ്. അപ്പൊ അത് അതിന്റെ അഭിരുചിക്ക് അനുസരിച്ച് മാറാൻ നമുക്കും കഴിയണം. അപ്പൊ അത് ആ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് മാറാൻ കഴിയാവുന്ന രീതിയിലേക്ക് പരിപാടികൾ, പാർട്ടിയുടെ പരിപാടികളും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള സർക്കാരിന്റെ പരിപാടികളെയും മാറ്റുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ തലമുറ രാജ്യം വിട്ടു പോവുകയാണ്. നിങ്ങൾ നോക്കൂ, എത്ര ലക്ഷം കുട്ടികളാണ് പുറം രാജ്യങ്ങളിലേക്ക് പോയത്. നമ്മുടെ നാടിന്റെ അനിവാര്യമായിട്ടുള്ള നമ്മുടെ സമ്പത്താണ് നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത്. ആ തലമുറയെ നമ്മുടെ നാടിന് ഉപകരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദികനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ, നമ്മുടെ കുട്ടികൾ രാജ്യം വിട്ടു പോവുകയാണ്, അവരാരും ഇങ്ങോട്ട് വരുന്നില്ല. വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. വിവിധ കാലഘട്ടം മുഴുവൻ കഠിനാധ്വാനം നടത്തി മക്കളെ പഠിപ്പിച്ച് അവരുടെ നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അവരുടെ ഏറ്റവും അവസാന കാലഘട്ടത്തിലെ അവരുടെ ഓരോ കാര്യത്തിനും ആരുടെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ നരക ജീവിതം നയിക്കുന്ന ആളുകളായി അവർ മാറുമ്പോൾ ഉണ്ടാകാവുന്ന കുടുംബ ബന്ധങ്ങളിലെ ഒരു വലിയ ഇടിവ്, അത് നമുക്ക് ഇല്ലാതാക്കണമെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇവിടെ നൽകണം, ജോലി ഇവിടെ നൽകണം, സംരംഭങ്ങൾക്കുള്ള സഹായങ്ങൾ ഇവിടെ നൽകണം. അത് ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിതമായി. അതുകൂടാതെ നമ്മൾ പുതിയ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ ഹാർബറുകൾ കേന്ദ്രീകരിച്ച്, പോർട്ടുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ചരക്ക് ഗതാഗതത്തെയും ജനസഞ്ചാരത്തെയും
ഒക്കെ മാറ്റിയെടുക്കാൻ കൊച്ചിക്ക് അനന്തമായ സാധ്യതകളാണ്. കൊച്ചി ഒരു വലിയ ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയാണ്, ലോകം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ് കൊച്ചി. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാട് കൂടിയാണ്. ആ മേഖലയിലും വേണ്ട മാറ്റങ്ങൾ ലോക ടൂറിസം ഭൂപടത്തിൽ വലിയ സ്ഥാനമാണ് കൊച്ചിക്കുള്ളത്. പക്ഷേ കൊച്ചിയിൽ ഏതെങ്കിലും വിദേശി വന്നാൽ പാമ്പേടിയേറ്റ് പോകണം, അല്ലെങ്കിൽ പട്ടികടിയേറ്റ് പോകണം, അല്ലെങ്കിൽ ചീനവലയിൽ കയറിയാൽ നേരെ കടലിലേക്ക് വീഴും. ഇതാണ് കൊച്ചിയുടെ ഇന്നത്തെ ടൂറിസം രംഗത്തെ നമ്മുടെ അഭിമാനമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഇന്നിപ്പോ ബീച്ചില്ല, ബീച്ച് റൈസ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോ നിങ്ങൾ പോയി നോക്ക്, ബീച്ചില്ല, പുലിമുട്ടെല്ലാം തകർന്നു കിടക്കുകയാണ്. മന്ത്രി വന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തുകൊണ്ട് മന്ത്രി വന്ന് കണ്ടു. പിന്നെ മന്ത്രി പോയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. കൊച്ചിക്ക് കൊച്ചിയുടേതായ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തെ ടൂറിസം ആണെങ്കിലും കൊച്ചിയുടെ ജീവിതശൈലി ആണെങ്കിലും കൊച്ചിയുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കൊച്ചിയുടേതായ ഒരു വലിയ ശൈലിയുണ്ട്. അത് ഏറ്റവും ഫലപ്രദമായി ഉയർത്തിക്കൊണ്ടുവരാനും അത് അഭിമാനത്തോടു കൂടി കാണാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ നമുക്ക് കൊച്ചിയെ മാറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയുടെ തീരദേശ മേഖല മത്സ്യം ബന്ധപ്പെട്ടുള്ള ഒരു ഹാർബർ തന്നെയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുടെ ഉപജീവനം കൂടിയാണ്. അതിന്റെ ഒരു പുനരുദ്ധാരണം വർഷങ്ങളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പഴയ രീതി തിരികെ നിൽക്കണം. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി കൂടെ ശ്രമം ഉണ്ടാവുമോ? കൊച്ചിയുടെ ഹാർബർ, ഏത് ഹാർബറാണ് കൊച്ചിയിൽ വിജയകരമായി ഇന്ന് പണി പൂർത്തീകരിച്ച് ഈ യാനങ്ങൾക്കും ബോട്ടുകൾക്കൊക്കെ വന്ന് അടക്കാവുന്ന രീതിയിൽ ഏത് ഹാർബറുകളാണ് ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തോപ്പുംപടി പോയാലും ഫോർട്ട് കൊച്ചി പോയാലും നിങ്ങൾ ചെല്ലാനം പോയാലും അതൊക്കെ ഇടക്ക് വെച്ച് നിർത്തി പോയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പേരിന് ചെയ്ത് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നാടിന്റെ വികസന നേട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി പങ്കാളികളാക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സർക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ തീരദേശ മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണുക എന്നുള്ളത് പതിനായിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന അധിവസിക്കുന്ന ആ പ്രദേശത്തെ സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതിനുകൂടി ഞങ്ങൾ പരിഹാരം കണ്ടേ പോവുകയുള്ളൂ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കൊച്ചിയുടെ വികസന കാഴ്ചപ്പാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ നേരത്തെ പറഞ്ഞ സഹോദരിമാർ പറഞ്ഞ പോലെ പട്ടിയുടെ പ്രശ്നം, ഇവിടുത്തെ യുവാക്കളുടെ തൊഴിലിന്റെ പ്രശ്നം, പിന്നെ ഹാർബറിലെ തൊഴിലിന്റെ പ്രശ്നം, നിരവധി പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഈ നാടിനെ അറിയുന്ന, ഈ നാടിന്റെ ഒരു യുവരക്തമായിട്ട് വന്നിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെ കൊണ്ട് കഴിയുമെന്നാണ് ഇവിടുത്തെ ജനം പറയുന്നത്. എല്ലാവിധ വിജയാശംസകളും അദ്ദേഹത്തിന് നേരുന്നു. താങ്ക് യു വെരി മച്ച്.